മാനഭംഗാരോപണം അടിസ്ഥാനമില്ലാത്തതാണെന്നും ഇതിനെതിരെ സിവിൽ ക്രിമിനൽ കേസുകളുമായി മുന്നോട്ടു പോകുമെന്നും പൊന്നാനി മുൻ CI വിനോദ് വലിയാറ്റൂർ തിരിച്ചു വരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷയിൽ കയറി. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് മോശമായി പെരുമാറി. നീ കൂടെ വരുമോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവളുടെ മാനഹാനി വരുത്തുന്ന രീതിയിൽ സ്ഥലത്തിൽ പിടിച്ചു എന്നൊക്കെയാണ് പരാതി. ഈ പരാതി സ്വാഭാവികമായി സ്റ്റേഷനിൽ വന്ന ഉടനെ ആദ്യം PRO എടുത്താണ് ചെല്ലുക. അപ്പോൾ PRO എടുത്താണ് ഈ പരാതി കിട്ടിയിട്ടുണ്ടാവുക. അന്ന് അവിടെ SI കൃഷ്ണലാലായിരുന്നു. അപ്പോൾ അങ്ങനെ പരാതി അവിടെ കിട്ടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് PRO വന്നു. സാർ ഇങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ എങ്കിൽ പെട്ടെന്ന് ഓട്ടോറിക്ഷക്കാരും പ്രതിയൊക്കെ നോക്കണമെന്ന് പോലീസുകാരെ വിട്ടു. അവർ പോയി ഓട്ടോറിക്ഷ രാത്രി കണ്ടെത്താൻ പറ്റിയിട്ടില്ല, പ്രതിയെക്കുറിച്ച് നോക്കാം അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചില പോലീസുകാരോട് പറഞ്ഞു, സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കുമെതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു. ഓക്കെ, നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഏകദേശം രാത്രി 10 മണിയാകുമ്പോൾ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ കോൾ എനിക്ക് ലഭിക്കുകയാണ്. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, സ്റ്റേഷനിൽ ചില ആളുകൾ പരാതിയായിട്ട് വരുമ്പോൾ ചില ഉദ്യോഗസ്ഥർ കേസെടുക്കാതെ പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് അവർക്ക് വാങ്ങിക്കൊടുത്ത് ബാക്കി തുക ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട്. അന്ന് പൊന്നാനി SI ഇപ്പോൾ താനൂര് കേസിൽ സസ്പെൻഷനിലായിട്ടുള്ള കൃഷ്ണലാൽ SI ആയിരുന്നു. അപ്പോൾ ഈ സ്ത്രീ കൃഷ്ണലാലിൻ്റെ അടുത്താണ് പരാതിയിട്ട് വന്നത്. അപ്പോൾ SI പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട്, അതിൽ എന്തോ ഒരു പണം കോംപ്രമൈസ് ആയിട്ടുണ്ട്, അതിൽ കുറേ SIക്കും കിട്ടും. അപ്പോൾ സാർ ഇത് അനുവദിക്കരുത്. ഇങ്ങനെ പരാതി വന്നാൽ ഏത് പ്രവർത്തനമായാലും സാർ അത് കേസെടുക്കണം. കേസെടുത്ത് അയാൾ ജയിലിലടയ്ക്കണം, വണ്ടി പിടിച്ചെടുക്കണം. അതാണ് വേണ്ടത്, അല്ലാതെ കോംപ്രമൈസ് പാടില്ലായിരുന്നു. നമ്മൾ നിങ്ങൾ വിവരം തന്നതിന് നൽകി. ഒരു CIയുടെ ഫോണിലേക്ക് രഹസ്യ വിവരം എന്ന് പറഞ്ഞ് പലരും വിവരങ്ങൾ പറയും. അപ്പോൾ ശരി, ഞാനത് കൃത്യമായി നടപടിയെടുക്കാമെന്ന് പറഞ്ഞു. രാവിലെ ഞാൻ സ്റ്റേഷനിൽ ചെന്ന ഉടൻ പരാതി എടുത്തു. ഞാൻ പറഞ്ഞു, ഇതിൽ സംസാരം വേണ്ട, വേഗം FIR രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷക്കാരനെതിരെ FIR രജിസ്റ്റർ ചെയ്തു. ഇതെല്ലാം രേഖകളിലുള്ളതാണ്. FIR രജിസ്റ്റർ ചെയ്തു. പ്രതിയെ 2 പോലീസുകാരെ മഫ്റ്റിയിൽ വിട്ടേച്ച് പ്രതിയെ പിടിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തു. അവനെ റിമാൻഡ് ചെയ്തു. ഓട്ടോറിക്ഷ കൊണ്ടുവന്നു. ഓട്ടോറിക്ഷ സീസ് ചെയ്ത് മാസ്റ്റർ പ്രകാരം സീസ് ചെയ്ത് നേരെ ഓട്ടോറിക്ഷ കോടതിക്ക് കൊടുത്തു. ഒരു 10:30 ഈ സ്ത്രീ രണ്ടാമത് ദേഷ്യം പിടിച്ച് വരുന്നുണ്ട്. നിങ്ങൾ കാരണം എനിക്ക് കിട്ടേണ്ട പണമൊക്കെ നഷ്ടപ്പെടുകയാണ്. എന്താണ് കേസിൻ്റെ ആവശ്യം? എനിക്കത് ചർച്ച മതിയല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ ചർച്ച എന്ന സംഭവമില്ല, നിയമപരമായ പരാതി കിട്ടിയ കേസെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ എന്തുണ്ടെങ്കിൽ നിങ്ങൾ വനിതാ പോലീസ് വിമൻ ഡെസ്കിലിരിക്കുന്ന പോലീസിനെ സംസാരിക്കുമെന്ന് പറഞ്ഞു. തന്നെ അപമാനിച്ചെന്ന വീട്ടമ്മയുടെ പരാതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പ്രതിയെ പിടികൂടി കേസെടുത്തതിൽ വീട്ടമ്മ എതിർപ്പറിയിച്ചു. തനിക്ക് കിട്ടേണ്ട പണം കിട്ടാതാക്കിയെന്നും ഒത്തുതീർപ്പുണ്ടാക്കിയാൽ മതിയായിരുന്നുവെന്നുമാണ് അവർ പറഞ്ഞത്. പരാതി നൽകി പണം തട്ടുന്നത് പതിവാക്കിയ സ്ത്രീയാണ് ഇവരെന്നും പോലീസിന് ഇത് മനസ്സിലായിരുന്നുവെന്നും വിനോദ് പറഞ്ഞു. ഈ സ്ത്രീ കൃഷ്ണലാലിൻ്റെ വീട്ടിൽ അടുക്കളപ്പണിയൊക്കെ സഹായിച്ചിരുന്ന സ്ത്രീയാണ് എന്ന് വിശ്വസ്തരെന്ന് പറഞ്ഞറിയുന്നത്. ഞാൻ പിന്നെ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ മോശമായി പെരുമാറുന്നല്ലാതെ പെരുമാറുന്നതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ച് വ്യക്തിപരമായ കാര്യങ്ങളിൽ കിടക്കാത്ത ആളാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചില്ല. ഒരു ദിവസം ബെന്നി സാറ് സ്റ്റേഷനിൽ വരുന്നത്, വിനോദിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നോ, നിങ്ങളുമായി ഈ സ്ത്രീ സമ്പർക്കമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഏത് സ്ത്രീയെന്ന് ആദ്യം ചോദിച്ചു. അപ്പോൾ ഈ പരാതിപ്പെട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞു. നമ്മൾ സാർ എൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം, എൻ്റെ ലൊക്കേഷൻ നോക്കണം, കണ്ട ആളുകളെ ചോദ്യം ചെയ്യണം എന്നെല്ലാം കൃത്യമുണ്ട്. സാറുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബെന്നി സാർ. അദ്ദേഹം അന്വേഷണം അദ്ദേഹത്തിൻ്റെ അടുത്ത് യാതൊരു പിഴക്കേറില്ല, അത്രയും നല്ല ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകളും എല്ലാം ഉൾപ്പെടുത്തി കോൾ ഡീറ്റെയിൽസ് എടുത്തു. ഞാൻ ഇവർ ആരോപിക്കപ്പെടുന്ന സമയത്തിൻ്റെ ലൊക്കേഷൻ എല്ലാം നോക്കി. സാറ് വളരെ ക്ലിയർ കട്ടായി 4-5 ദിവസത്തിന് ശേഷം സാറ് കണ്ടെത്തി. ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്തു വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു സിംഗിൾ കോൾ പോലും എൻ്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല. പല ലെവലിൽ അന്വേഷിച്ചിട്ടും ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും ഈ സ്ത്രീ ഇതേപോലെ മറ്റ് പലർക്കെതിരെ ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിലെ ആളാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് വ്യാജ പരാതി ക്ലോസ് ചെയ്തിട്ടുള്ളത്. NCV ന്യൂസ് പൊന്നാനി. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.